ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 8 കിലോ വാട്ട് ഹൈബ്രിഡിൻ്റെ സർവീസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് പാനൽ സൈഡ് ഡാമേജസോ പാനലിൻ്റെ MC4 ബാനിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മേളിൽ റൂഫിലെ പാനൽസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വച്ചേക്കുന്നത് പ്രീമിയർസിൻ്റെ പാനൽസാണ്, 545ൻ്റെ പാനൽസാണ് വച്ചേക്കുന്നത്. നമുക്കിനി പാനൽ കണ്ടീഷനും കാര്യങ്ങളും നോക്കാം. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പാനലിൻ്റെ കണ്ടീഷനാണ്. ഇപ്പം പാനൽ സൈഡ് ചെക്ക് ചെയ്യുമ്പം കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യുകയാണ്. ഇത് നോർമലി നമ്മൾ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഈവനിങ് ആണ് സത്യത്തിൽ പാനൽ ക്ലീനിങ് ചെയ്യാനുള്ള ബെറ്റർ ടൈം വരുന്നത്. നോർമലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രഷർ പമ്പ് വെച്ച് ക്ലീൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഈ പാനൽസിൻ്റെ എഡ്ജ് ഭാഗത്ത് മൊത്തം ഡസ്റ്റ് വന്ന് അടിഞ്ഞിരിക്കും. അത് മൊത്തം ക്ലീൻ ആവുന്നെങ്കിൽ പ്രഷർ വാഷർ പോലുള്ള എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ക്ലീനായി പോകത്തുള്ളൂ. ഇതാണ് ഇൻവെർട്ടർ സൈഡ് വരുന്നത്. നമ്മളിവിടെ ഡൈഡ ഇൻവെർട്ടറും ഡൈഡ എന്ന ബാറ്ററിയാണ് ചെയ്തേക്കുന്നത്. ഇത് 8 കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ്, 3 ഫേസ് സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മളിനി സർവീസിന് വേണ്ടി ആദ്യം ചെക്ക് ചെയ്യുന്ന സൈഡ് ഇൻവെർട്ടർ സൈഡാണ്. ഇൻവെർട്ടേഴ്സിൻ്റെ പാനൽസിൻ്റെ വോൾട്ടേജും ആംബിയറും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോകുന്ന ലോഡ് സൈഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള വാല്യൂസും കാര്യങ്ങളുമാണ് പിന്നീട് നോക്കുന്നത്. ബാറ്ററിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, ചാർജിങ് കാര്യങ്ങൾ, വാട്ട്സ് എത്ര ഡിസ്ചാർജിങ് എടുക്കുന്നുണ്ട്, ആ ഡീറ്റെയിൽസാണ് പിന്നെ നോക്കുന്നത്. പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ AC സൈഡാണ്. ഇത് AC ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 dB ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ വാല്യൂസ് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എർത്ത് വാല്യൂ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാറ്ററിയുടെ മോണിറ്ററിങ് സിസ്റ്റം ആയിട്ട് ആകെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതിൽ നമ്മൾ CAN കേബിൾ വഴി നമുക്ക് ഡേറ്റാസ് ഓൾറെഡി നമുക്ക് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോഡി എർത്തും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ബാറ്ററിക്കും. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യേണ്ടത് DC സൈഡാണ്. DC സൈഡ് DC വോൾട്ടേജ് കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഫ്യൂസ്, സർജ് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ബേൺ ആയിട്ടുണ്ടോ അതെല്ലാം നോക്കും. അത് കഴിഞ്ഞിട്ട് മീറ്റർ സൈഡാണ്. മീറ്ററിൽ കറക്റ്റാണോ, റീഡിങ്ങോ കാര്യങ്ങളും കറക്റ്റാണോ എന്ന് സോളാർ മീറ്ററിൽ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ വയറിങ്ങിൽ എന്തെങ്കിലും ബേണിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്താണ് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ലിസ്റ്റും കൂടി ഫില്ല് ചെയ്താണ് പോകുന്നത്. ചെക്ക് ലിസ്റ്റിൽ ആദ്യം ഫേസ് വോൾട്ടേജ് ആണ് നോക്കുന്നത്. ഇത് R ഫേസിൽ വരുന്നത് 230 ആണ്. DC സൈഡ് നമ്മൾ ഇൻവെർട്ടറിലാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിൽ ചെയ്യുന്നത്. PV1ന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 299 ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സർജ് കണ്ടീഷനാണ്. ഓക്കെ ആണോ അല്ലേ എന്നാണ് പിന്നെ നോക്കുന്നത്. അതിൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. സർജിൽ ഒരു നോർമൽ ഒരു വൈറ്റ് ഇൻഡിക്കേഷനാണ് വരുന്നത്. ഇത് റെഡ് ആവുകയാണെങ്കിൽ സർജ് ബേൺ ആയിട്ടുണ്ട്. അതപ്പോൾ റീപ്ലേസ് ചെയ്താണ് പോകുന്നത്. ഇപ്പം സർജിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഓക്കെ ആണ്. അതേപോലെ തന്നെ AC സൈഡിലും നമ്മൾ സർജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലും ഇതേപോലെ തന്നെയാണ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ 2 സർജും ഓക്കെ ആണ്. ഔട്ട്പുട്ട് പോകുന്നിടത്തും കൂടി സർജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാരാമീറ്റർ ആണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ പാരാമീറ്റേഴ്സ് അറിയാൻ പറ്റും. ബാറ്ററി ചാർജിങ്, ഡിസ്ചാർജിങ് എല്ലാം അറിയാൻ പറ്റും. ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആപ്പിലും തന്നെ ഡൈഡേൻ്റെ ആപ്പുണ്ട്, ആപ്പിൽ അറിയാൻ പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോളാറിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനാണ് നോക്കുന്നത്.
ടോട്ടൽ സോളാറിൻ്റെ പ്രൊഡക്ഷൻ വന്നേക്കുന്നത് 4050 യൂണിറ്റാണ് ടോട്ടൽ പ്രൊഡക്ഷൻ വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇത് KSEBയുടെ സിസ്റ്റം വരുന്ന സൈഡാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂസിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കാവുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക് ബാനിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് നമ്മളെ സിസ്റ്റം എന്തെങ്കിലും കട്ട് ഓഫ് ആയി പോയാലും കസ്റ്റമേഴ്സിന് മാനുവലി ആയിട്ട് KSEBയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചേഞ്ച് ഓവർ സ്വിച്ച്. അതേപോലെ തന്നെ പാരാമീറ്റേഴ്സിൽ നമുക്കിനി എക്സ്പോർട്ടും ഇമ്പോർട്ടും നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ മീറ്റർ സൈഡ് നോക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടാണ് ആദ്യം നോക്കുന്നത്. ഇമ്പോർട്ടിൽ ഇപ്പോൾ 1657 യൂണിറ്റാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എക്സ്പോർട്ടിലേക്ക് വരുമ്പം 2435 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് KSEBയിലേക്ക്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ KSEB സൈഡ് ചെക്ക് ചെയ്യുന്നത് മെയിനായിട്ട്. അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്ട്രിങ് വോൾട്ടേജ് ആണ്. ഇപ്പം PV1ൻ്റെ വോൾട്ടേജാണ് ഈ കാണുന്നത്. അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് PV2ൻ്റെ വോൾട്ടേജാണ്. അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് വോൾട്ടേജാണ്. അതേപോലെ തന്നെ PV1ഉം PV2ഉം ഫ്ലോട്ടിംഗ് വോൾട്ടേജും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് AC സൈഡാണ്. AC വോൾട്ടേജും ന്യൂട്രൽ ടു എർത്ത് വാല്യൂ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ചെക്ക് ചെയ്യുന്നത് AC വോൾട്ടേജാണ്. ഇത് ഒരു ഫേസിലെ വോൾട്ടേജാണ്. ഇത് Y ഫേസിലെ വോൾട്ടേജാണ്. ഇത് B ഫേസിലെ വോൾട്ടേജാണ്. ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ന്യൂട്രൽ ടു എർത്ത് വാല്യൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഫേസിൻ്റെയും എർത്ത് വാല്യൂ നോക്കുന്നുണ്ട്.